അങ്ങനെ ഡേ 2 ആയി. ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റു. പിള്ളേർ എഴുന്നേറ്റിട്ടില്ല, അവന്മാരെ കുത്തിപ്പോക്കണം. അപ്പോൾ ഇന്നത്തെ പ്ലാൻ നമ്മുടെ ഒറാക്കോ ജിയോ തെർമൽ പാർക്ക് കാണുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രഷ് ചെയ്തു ക്യാമ്പർ വാനിൽ. ഇതൊക്കെ ഒന്ന് കാണിക്കുന്നത് നിങ്ങളൊന്ന് കാണിക്കാൻ കേട്ടോ, ക്യാമ്പർ വാനിലെ ലൈഫ് എങ്ങനെയാണെന്ന്. അപ്പം ഇതാണ് ഹീറ്റിംഗ് ഓപ്ഷൻ കേട്ടോ. ക്യാമ്പർ വാനിൽ നമുക്ക് ഹീറ്റിംഗ് വേണോ കൂള് വേണോ എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം. അത് ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ക്യാമ്പർ വാനിൻ്റെ ഇപ്പം ഇനി ഇലക്ട്രിസിറ്റി ചാർജ് എന്തോരം ഉണ്ട് ബാക്കി, പിന്നെ യൂസ് അതിൽ വാട്ടർ ഫ്രഷ് വാട്ടർ എന്താ ലെവല്, അല്ലെങ്കിൽ നമ്മൾ ബാക്കി കിച്ചൺ വാട്ടറൊക്കെ ചെയ്തിട്ടുള്ള വേസ്റ്റ് വാട്ടറിൻ്റെ ലെവലാണ് എന്താണെന്നൊക്കെ ചെക്ക് ചെയ്യാം. ഇപ്പം നോക്കിയപ്പോൾ ചാർജ് 75% ഉണ്ട്, ഫ്രഷ് വാട്ടർ 50% ഉണ്ട്, വേസ്റ്റ് വാട്ടർ 25%. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് ക്യാമ്പ് സൈറ്റ് വരെ സർവൈവ് ചെയ്യാം. അപ്പം ഞാൻ കോഫിയൊക്കെ കുടിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടോയ്ലറ്റ്സ് ഉണ്ട്. ഇത് നോൺ പവേർഡ് ക്യാമ്പ് സൈറ്റ് ആണെങ്കിൽ നമുക്ക് ടോയ്ലറ്റ്സ് ഉണ്ട്, അപ്പോൾ അവിടെ അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല വ്യൂ ആട്ടോ ഈ ക്യാമ്പ് സൈറ്റിൽ. രാത്രിയും നല്ല വ്യൂ ആയിരുന്നു, പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല സ്റ്റാർസൊക്കെ ആയിട്ട് നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു. അപ്പോൾ നല്ല കിളികളുടെ ശബ്ദവുമൊക്കെ ആയിട്ട് നല്ലൊരു മോർണിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം ബോട്ട് പിടിച്ചിട്ട്. അവിടെയാണ് ഈ പറയുന്ന ജിയോ തെർമൽ ഏരിയ. കണ്ടോ, അവിടെ ഇങ്ങനെ പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ 9 o'clock ഫെറി ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ പാത്ത്. ഒരു 60 to 90 minutes വാക്കുണ്ട്. ഇപ്പോൾ രാവിലെ ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ ചോറും പയറുമാണ് ഞങ്ങൾ കഴിച്ചത്. ഇന്നലെ വളരെ ലൈറ്റായിട്ട് ഡിന്നർ ഉണ്ടാക്കാൻ കാരണം ഉച്ചയ്ക്ക് മറ്റേ മലയാളി റെസ്റ്റോറൻറ്റിൽ നല്ല ഹെവി ലഞ്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൈറ്റ് ഡിന്നറും അതേപോലെ തന്നെ അപ്പോൾ ബാക്കി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ റെഡിയായി. അപ്പോൾ അത് എസ്തറും മാർത്ത അവിടെ ഡാൻസ് സ്റ്റെപ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. മാർത്ത ഇപ്പോൾ ഒരു ഡാൻസ് ക്ലാസ്സിലൊക്കെ ചേർന്നുണ്ട്. അപ്പം മാർത്ത ആ സ്റ്റെപ്സൊക്കെ എസ്തറിനെയും പഠിപ്പിക്കും. എസ്തർ ഡാൻസ് ക്ലാസ്സിന് പോകുന്നില്ല, എസ്തർ വയലിനാണ് പഠിക്കുന്നത്. അപ്പോൾ അവന്മാർ അതൊക്കെ ഇങ്ങനെ ചെയ്ത്, എസ്പെഷ്യലി നല്ലൊരു വ്യൂ ഒക്കെ ആയപ്പോൾ അവന്മാർക്ക് അങ്ങ് ക്രേസായി അവരവിടെ ഡാൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ദിലു അതിങ്ങനെ വീഡിയോയിൽ പകർത്തുമായിരുന്നു. ഞാൻ അവിടെ അകത്ത് ക്യാമ്പർ വാനിൽ ബാക്കി ക്ലീനിങ്ങും ഒതുക്കി വയ്ക്കലും. കാരണം ഈ ജിയോ തെർമൽ വാക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ നിന്ന് ഈ ക്യാമ്പ് സൈറ്റിൽ നിന്ന് വിടുവാണ്. പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ടോപ്പൂലുള്ള ഒരു വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ രാവിലെ ഒന്ന് നല്ല വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തു. കാരണം 9 o'clock ബുക്ക് ചെയ്തേക്കണം. അപ്പോൾ അതുവരെ ഒന്ന് സമയം കളയണം. 8 o'clock മുതൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഇനി ഒരുപാട് നേരത്തെ പിള്ളേരൊക്കെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ 9 ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷാർപ്പ് 9 o'clock ഫെറി വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ നിൽക്കുവാണ്. അത് 8 o'clock മുതൽ 4 o'clock വരെ എനി ടൈം ഫെറി ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ലാസ്റ്റ് ഫെറി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ലാസ്റ്റ് ഫെറി 5 o'clock. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ തിരിച്ച് വരാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഓഫീസിലാണ് നമ്മൾ ടിക്കറ്റ്സൊക്കെ ബുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഫാമിലിക്ക് $132 ആയി. 0 to 5 years ഫ്രീ ആണ്. അണ്ടർ 2 years കിഡ്സിനൊക്കെ ആണെങ്കിൽ അവർ ബേബി ഫുഡ് ബാക്ക് പാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഡോഗ് ഫ്രണ്ട്ലി ആണ് ഈ സ്ഥലം, നമുക്ക് പെറ്റ്സിനെയൊക്കെ കൊണ്ടുവരാം. അപ്പോൾ നല്ലൊരു മനോഹരമായ ഒരു ഫെറി റൈഡായിരുന്നു. ഒരു 5 to 10 minutes, ഹാർഡ്ലി 10 minutes ഉള്ളൂ. ഈ കാണുന്ന റിവർ വൈക്കാട്ടൂർ റിവറാണ്. അപ്പോൾ വൈക്കാട്ടൂർ റിവറിലൂടെ ഞങ്ങളിങ്ങനെ മനോഹരമായ റിവറിലൂടെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് എത്തി. അപ്പോൾ അവിടെ നമ്മൾ തനിയാണ് കേട്ടോ. അവിടെ നമുക്ക് പറഞ്ഞു തരാനോ അങ്ങനെ ഗൈഡൊന്നുമില്ല. അവിടെ ഇൻസ്ട്രക്ഷൻസും സൈൻസും ഒക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഫോളോ ചെയ്ത് അങ്ങ് പോവാം. ഈ പറയുന്നൊരു ഡെക്കില്ല, ഇങ്ങനെ ഒരു ഫുട്പാത്ത് അവിടെ മൊത്തത്തിൽ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നടന്ന് പോയാൽ മതി. കൂടുതൽ സാഹസമൊന്നും കാണിച്ച് വേറെ എന്താ പറയുക, അങ്ങോട്ടേക്കൊന്നും ചാടാനും ഓടാനൊന്നും പോവാതെ ആ ഫുട്പാത്ത് ഫോളോ ചെയ്ത് പോയാൽ സേഫാണ്. അപ്പോൾ ഇതേ ഞങ്ങളുടെ ക്യാമ്പർ വാൻ അപ്പുറത്തെ സൈഡിൽ കാണാം ഇവിടുന്ന്. അപ്പോൾ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഡ്രൈവർ പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. നല്ല മനോഹരമായ വ്യൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് നല്ല അവസരങ്ങളുണ്ട്. ഈ കാണുന്ന വാട്ടർ ഉണ്ടല്ലോ, ഇത് ജിയോ തെർമൽ ആക്ടിവിറ്റിയിലൂടെ വാമായ വാട്ടേഴ്സാണ്.
ഇതിന് ഗീസേഴ്സ് എന്നാണ് പറയുക. അതായത് ഭൂമിക്കടിയിലെ പല പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ഭൂമിക്കടിയിൽ. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ജിയോ തെർമൽ എനർജി റിലീസാവും. അപ്പോൾ നാച്ചുറലി അവിടെയുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടറും ചൂടാവും. ആ വാട്ടറും പുറത്തേക്ക് വരും ചില സ്ഥലങ്ങളിൽ. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് ജിയോ തെർമൽ പൂൾസ് എന്ന് പറയുക. അപ്പോൾ ഇതൊരു ജിയോ തെർമൽ ഏരിയയാണ്, അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു ജിയോ തെർമൽ ഏരിയയാണ്. ഈ വാട്ടറിന് ചിലയിടത്ത് ബോയിലിംഗ് ടെമ്പറേച്ചർ ആയിരിക്കും, ചിലയിടത്ത് അതൊരു 50 ഡിഗ്രീസ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവിടെ എല്ലായിടത്തും ആ ഇങ്ങനെ ടിമ്പർ ഡെക്കിൻ്റെ ഫുട്പാത്ത് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാരണവശാലും ഈ ചൂടുള്ള ഏരിയാസിലേക്ക് നമുക്ക് എക്സ്പോഷർ വരുന്നില്ല. പിന്നെ എല്ലായിടത്തും സേഫ്റ്റി ബാലസ്ട്രേഡ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി സേഫ്. പിന്നെ എന്തെങ്കിലും ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും വോൾക്കാനിക് ആക്ടിവിറ്റി എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ, അങ്ങനെയൊന്നുമില്ല, പക്ഷേ അങ്ങനെ വരുവാണെങ്കിൽ തന്നെ അവർ നമ്മളെ ഇൻഫോം ചെയ്യും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഫെറിയിൽ വന്ന് നമ്മളെ കളക്ട് ചെയ്തുകൊണ്ട് പോകും. സോ ദർ ഇസ് നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് കിഡ്സ് ഫ്രണ്ട്ലി ആണ്. പക്ഷേ കിഡ്സ് എപ്പോഴും നമ്മൾ ഒരു അഡൽട്ട് സൂപ്പർവിഷൻ വേണമെന്ന് മാത്രം. ഇത് നോക്കി, ഇത് മഡ് പൂൾസ് എന്ന് ഇത് പറയാം. അതായത് ജിയോ തെർമൽ ആക്ടിവിറ്റി കൊണ്ട് അകത്തുള്ള മഡും വാട്ടറും എല്ലാം കൂടെ പുറത്തേക്ക് വന്ന് ആൻഡ് ഇറ്റ് ഇസ് ബോയിലിംഗ് ടെമ്പറേച്ചറാണ്. കണ്ടോ, ആ ബബിൾസ് കണ്ടോ ഇങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മൾ കാണണ്ടേ. ഭൂമിക്ക് അടിയിലെ ആ എനർജി, ജിയോ തെർമൽ എനർജി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ചാൻസാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ. മാത്രമല്ല ചിലയിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആ സൾഫർ സ്മെല്ലും നമുക്ക് കിട്ടും. അകത്തുള്ള സൾഫർ ഗ്യാസ് റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇതൊക്കെ ഹോട്ട് പൂൾസാണ്. പണ്ട് കാലത്ത് ഇവിടെ മൗറീസ് ജീവിച്ചിരുന്നു എന്നാണ് പറയണത്. മൗറീസ് എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിൽ ആദ്യമായിട്ട് ന്യൂസിലൻഡിൽ ഉണ്ടായിരുന്ന മനുഷ്യവർഗമാണ്. അവർ 13th സെഞ്ച്വറിയിലാണ് ന്യൂസിലൻഡിൽ എത്തിയത്. അപ്പോൾ അവരാണ് ഇവിടെ ആദ്യമായിട്ട് താമസിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ അവർ ഇങ്ങനെയുള്ള ജിയോ തെർമൽ ആക്റ്റീവ് ഏരിയാസിന് അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. കാരണം എന്താ, നാച്ചുറലി ഇതൊരു വാം ഏരിയയാണ്. അപ്പോൾ കുക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നാച്ചുറലി വാമായ വാട്ടർ കിട്ടും. പിന്നെ വിൻ്ററിലൊക്കെ ഈ ഏരിയാസ് കമ്പാരിറ്റീവ്ലി വാമർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാരണങ്ങളൊക്കെ കൊണ്ട് അവർ ഇങ്ങനെയുള്ള ഏരിയാസിലാണ് താമസിച്ചിരുന്നത് അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഏരിയയാണ് ഇതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ഏരിയയും കൂടെയാണ്. ഇത് ആക്ച്വലി ഹിഡൻ വാലി ഓഫ് ന്യൂസിലൻഡ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഒരു ആക്റ്റീവ് ജിയോ തെർമൽ ഏരിയയാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു കേവ് ഉണ്ട്, ഒരു റുവറ്റാപ്പു കേവ്. ഇത് 36 മീറ്റർ ഡീപ്പായിട്ടുള്ളൊരു കേവാണ്. നാച്ചുറലി ജിയോ തെർമൽ ആക്ടിവിറ്റിയുടെ ഭാഗമായി രൂപപ്പെട്ട ഒരു കേവാണ്. അതിൻ്റെ താഴെ ഒരു മിറർ പൂളുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം അതും ഈ ഒരു ഏരിയയുടെ ഒരു സവിശേഷതയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു മനോഹരമായ സ്ഥലമാണ്. നിങ്ങളിതുവരെ കണ്ടിട്ടില്ല എങ്കിൽ, എനിക്ക് തോന്നുന്നത് അധികം പേർക്ക് അറിയില്ലെന്ന് തോന്നുന്നു ന്യൂസിലൻഡിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന്. ഞങ്ങളിതെങ്ങനെയോ, ഇത് ആക്ച്വലി ദിലുവ കണ്ടുപിടിച്ച, ഇങ്ങനെ ക്യാമ്പ് ചെയ്യണ സ്ഥലങ്ങൾ അന്വേഷിച്ച് വന്നപ്പോൾ ഇതും കണ്ടുപിടിച്ചത്. കാരണം ഇവിടെ ക്യാമ്പർ വാൻ വന്ന് നമുക്ക് ക്യാമ്പ് ചെയ്യാം, പ്ലസ് ഈ സ്ഥലവും കാണുകയും ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ അവിടെ ആ ഫെറി സ്റ്റാർട്ട് ചെയ്യുന്ന ഓഫീസിൽ നമുക്ക് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമെങ്കിൽ അങ്ങനത്തെ പൈസ്, അങ്ങനെ സേവറീസ് കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. കോഫി അതൊക്കെ കിട്ടുകയും ചെയ്യും. ഞങ്ങൾ പക്ഷേ അത് മേടിച്ചില്ല. ഞങ്ങൾ ഇന്നലത്തെ ഭക്ഷണമൊക്കെയാണ് കഴിച്ചത്. ഞങ്ങളൊരു ക്യാമ്പിംഗ് മോഡിലാണ്. അതുകൊണ്ട് കഴിവതും പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ കുറച്ച് ക്യാമ്പ് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ കുക്കിംഗ് അങ്ങനെ കാര്യങ്ങളിലൂടെ തന്നെ കഴിക്കുക, അങ്ങനെ ഒരു മോഡിലായിരുന്നു ഞങ്ങൾ. അപ്പം അങ്ങനെ ഞങ്ങൾ വിസിറ്റൊക്കെ കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ എടുത്തു കേട്ടോ. അതൊക്കെ നോക്കി ശരിക്കും ബോയിലിംഗ് വാട്ടറാണ്. എനിക്ക് ആക്ച്വലി അത് തൊട്ട് നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ യു കാൺട്ട്, യു ആർ നോട്ട് അലൗഡ് ടു. അതുപോലെ ബാലസ്ട്രേഡൊക്കെ വെച്ചേക്കുവാണ്. പക്ഷെ ഇതിങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടോ ആ പുക ഇങ്ങനെ പോകുന്നത്, എന്ത് രസമാണ് കാണാനായിട്ട്. സോ ബ്യൂട്ടിഫുൾ. ഞങ്ങൾ ജിയോ തെർമൽ ഏരിയ കൺക്ലൂർക്കെ കണ്ട് തിരിച്ച് ഫെറിയിൽ ഞങ്ങളുടെ ക്യാമ്പർ വാൻസ് പാർക്ക് ചെയ്തെടുത്ത് ഇന്നത്തേക്ക് തിരിച്ചു വന്നു. ഞങ്ങൾ ഫസ്റ്റ് ക്യാമ്പ് സൈറ്റിൽ നിന്ന് ടോപ്പു സിറ്റിയിലേക്ക് പോകണം. ആ വിവരങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം.